തിരുവനന്തപുരം മുതലപ്പുഴയിൽ ശക്തമായ തിരയിൽപ്പെട്ട് മത്സ്യബന്ധന ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ കാണാതായ 2 മത്സ്യത്തൊഴിലാളികൾക്കായി തിരച്ചിൽ തുടരുന്നു. അഞ്ചുതെങ്ങ് സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ട ബോട്ടിലുണ്ടായിരുന്നത്. കോസ്റ്റൽ ഗാർഡിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. അപകടം നടന്ന് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും കാണാതായവർക്കായി രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായി നടത്താൻ പോലീസിനോ അധികൃതർക്കോ കഴിഞ്ഞിട്ടില്ലെന്ന് ആരോപിച്ച് കുടുംബാംഗങ്ങളും നാട്ടുകാരും മുതലപ്പുഴ കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. 4 മണിക്ക് പറഞ്ഞ് 4 മണിക്ക് തെരച്ചിൽ നടക്കുമെന്ന് കണ്ടില്ല. 5 മണിയായിട്ട് 5 മണിക്ക് തെരച്ചിൽ നടക്കുമെന്ന് പറഞ്ഞ് കണ്ടില്ല. ഞങ്ങൾ 5:30 അവിടെ ഉണ്ട്. 5:30 പോയതിനു ശേഷം 6-6:15 എപ്പോഴാണ് ഇവിടെ നിന്ന് പോലീസ് വരുന്നത്. അതുവരെ ഒരു തെരച്ചിലില്ല. ഇവിടെ വിളിച്ചറിഞ്ഞ് കോസ്റ്റ് ഗാർഡ് ഉണ്ട്, അവരുണ്ട് തെരച്ചില്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു അപകടം നടക്കുമെന്ന് അവർക്കറിയാം. മഴയും കാറ്റും വരുമ്പോൾ അപകടം നടക്കുമെന്ന് അവർക്കറിയാം. അപ്പൊ എന്തുകൊണ്ട് ഒരു കോസ്റ്റ് ഗാർഡിന്റെ കപ്പലിനെ അവർ നിയമിച്ചില്ല? ഈ 2 ജീവനും കല്ലിൽ പിടിച്ചു കിടന്ന ജീവനാണ്. 2 ജീവനും കല്ലിൽ പിടിച്ചു കിടന്ന ജീവനാണ്. കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുണ്ടായിരുന്നെങ്കിൽ ആ 2 ജീവനെ ഇന്ന് നമുക്ക് വീട്ടിൽ കൊണ്ടുവരായിരുന്നു. കോസ്റ്റ് ഗാർഡിന്റെ കപ്പലില്ല. ഇവിടെ കൊണ്ടുവന്നപ്പോ പറയണ് എന്താ റിങ് മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കാൻ. മത്സ്യത്തൊഴിലാളികളെ ജീവന രക്ഷയില്ലേ? ഇന്നലെ 8 മണിക്ക് സംഭവിച്ച സംഭവം ഇന്ന് മാറി 8 മണിയായിട്ട് പറയണ വിഴിഞ്ഞത്തിന് കപ്പൽ വന്നില്ലെന്ന്. അപ്പൊ ഞങ്ങളുടെ ചേട്ടന് ജീവനില്ല, ഞങ്ങളുടെ മനുഷ്യന് വിലയില്ലേ? എന്തൊരു പറയണത് നിങ്ങള്? ഈ ഹോസ്റ്റൽ പോലീസ് ഞങ്ങൾ 3 മണിക്ക് നിൽക്കുന്നതാണ്. ഈ ഹോസ്റ്റൽ പോലീസ് അവിടെ ഇവിടെ അപ്പുറം കടക്കുന്നില്ല. അപ്പൊ അന്നേരം മനസ്സിലായി നിങ്ങളിവിടെ എന്തിനാണ് നടക്കുന്നത്? കാറ്റെന്ന് പറഞ്ഞ് ഇവർക്ക് തീരുമാനം അനൗൺസ്മെന്റ് ചെയ്യാമായിരുന്നു. ഇവർക്ക് ചെയ്യാമായിരുന്നു. അത് ചെയ്തില്ല ഇവര്. മത്സ്യത്തൊഴിലാളികൾ ഈ കടലുകൊണ്ടാണ് ജീവിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ അവിടെ ഒരു ചെറിയൊരു വികസനം കൊടുത്തപ്പോ ഇവിടെ അടക്കം പിടിച്ച് ഇനി ഇപ്പൊ 2 ജീവൻ ബലി കൊടുത്തു. ഇനി ഒരു അമ്മ മറ്റേ മക്കളും ഈ ഹാർബറിനകത്ത് ബലി കൊടുക്കാൻ പാടില്ല. അതിനാണ് തീരുമാനം എടുത്തേ പറ്റുള്ളൂ. വിവരങ്ങളുമായി അപർണ കേസ് ചേരുന്നുണ്ട്. അപർണ, വലിയ പ്രതിഷേധമാണ് ഇത്തരത്തിൽ കുടുംബാംഗങ്ങളും നാട്ടുകാരും ഒക്കെ നടത്തുന്നത്. ഗുരുതരമായ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിലെ അവസ്ഥ എന്താണ്? അരുണിമ, ഇന്നലെ വൈകിട്ട് രാത്രി 10 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ അതിശക്തമായ കാറ്റിലും മഴയിലും പെട്ട് വള്ളം മറിഞ്ഞ് 2 യുവാക്കളെ കാണാതായത്. ശ്രീജിത്ത്, ശ്രീമോൻ എന്നിവരെയാണ് ഇന്നലെ നടന്ന അപകടത്തിൽ കാണാതായത്. അപകടം നടന്ന മണിക്കൂറുകൾ പിന്നിട്ടിട്ടും കാണാതായവർക്കുള്ള രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായി നടത്താൻ പോലീസിനോ അധികൃതർക്കോ കഴിഞ്ഞിട്ടില്ല എന്ന് ആരോപിച്ചാണ് കുടുംബാംഗങ്ങളും നാട്ടുകാരിപ്പം കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ ശക്തമായ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. ഇന്നലെ രാത്രി 10 മണിയോടെ വള്ളം മറിഞ്ഞ് അപകടമുണ്ടായി. എന്നാൽ ശക്തമായ മഴ, കാറ്റ്, വെളിച്ചക്കുറവ് എന്നിവ മൂലം കാര്യക്ഷമമായ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇന്ന് പുലർച്ചെ തൊട്ടും ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടത്താൻ സാധിച്ചിട്ടില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് കുടുംബാംഗങ്ങൾ ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. അതായത് ഇത്തരത്തിൽ മഴയും കാറ്റും ശക്തമാകുമ്പോൾ അപകട സാധ്യതയുണ്ട്. എന്തുകൊണ്ട് നേരത്തെ ഇത്തരത്തിൽ കോസ്റ്റ് ഗാർഡിന് അടക്കമുള്ളവരെ സജ്ജീകരണങ്ങൾ തയ്യാറാക്കിയില്ല എന്ന ഒരു ചോദ്യമാണ് ഇത്തരത്തിൽ കുടുംബാംഗങ്ങളും നാട്ടുകാരും ഒക്കെ തന്നെ ചോദിക്കുന്നത്. എന്തായാലും വളരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. കാണാതായവർക്കുള്ള തിരച്ചിൽ തുടരുകയാണ്. ശക്തമായ കാറ്റ് വീശുന്നുണ്ട്, കൂടാതെ തന്നെ മഴയുമുണ്ട്. അതൊക്കെ തന്നെ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ ഒരു തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. കള്ളക്കടൽ പ്രതിഭാസമുണ്ട്. ഉയർന്ന തിരമാലകളും ഇതിനൊരു തടസ്സമായി നിലനിൽക്കുകയാണ്. എന്തായാലും കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. ഇവർക്കായിട്ടുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. എന്തായാലും ഈ കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. ശരി, വ്യക്തമാണ്. എന്തായാലും കനത്ത പ്രതിഷേധമാണ് ഇത്തരത്തിൽ കുടുംബാംഗങ്ങൾ ഉന്നയിക്കുന്നത്. ഗുരുതര ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. തിരുവനന്തപുരത്താണ് ഇത്തരത്തിൽ ഒരു മത്സ്യബന്ധന ബോട്ട് മറിഞ്ഞ് ഇത്തരത്തിൽ അപകടമുണ്ടായത്. 2 മത്സ്യത്തൊഴിലാളികൾക്കായി ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. 5 തെങ്ങ് സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ട ബോട്ടിലുണ്ടായിരുന്നത്. എന്തായാലും കോസ്റ്റൽ ഗാർഡിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. അപകടം നടന്ന് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും കാണാതായവർക്കായി രക്ഷാപ്രവർത്തനം കാര്യമായി നടത്താൻ പോലീസിനോ അധികൃതർക്കോ കഴിയുന്നില്ല എന്ന് ആരോപിച്ചാണ് ഇപ്പോൾ വലിയ രീതിയിൽ പ്രതിഷേധവുമായി കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ ശക്തമായ പ്രതിഷേധം ഇത്തരത്തിൽ കുടുംബാംഗങ്ങളും നാട്ടുകാരും നടത്തുന്നത്. വിശദാംശങ്ങൾ നൽകിയത് അപർണ കേസാണ്.